അരവിന്ദ് കെജ്രിവാൾ വിളിച്ചു ചേർത്ത പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ഡൽഹിയിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പഞ്ചാബിലെ MLA-മാരിൽ 30ഓളം പേർ കോൺഗ്രസുമായി സമ്പർക്കം പുലർത്തുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അരവിന്ദ് കെജ്രിവാൾ യോഗം വിളിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ കളരി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയാണ് അതിന്റെ ജന്മദേശം. അവിടെ തന്നെ പാർട്ടിക്ക് അടിപതറിയിരിക്കുന്നത് പാർട്ടിയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ കൂടി ആത്മവിശ്വാസം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി അവർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ ശൈലിയിൽ അതൃപ്തിയുള്ളവരുണ്ട്. നൽകിയ വാഗ്ദാനങ്ങൾ ഭൂരിഭാഗവും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിനുള്ളത് കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന ആക്ഷേപം ചില MLA-മാർക്കുണ്ട്. അതിൽ 30ഓളം പേർ കോൺഗ്രസുമായി സമ്പർക്കത്തിലുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ വ്യക്തമാക്കിയത്. ഇതാണ് ആപ്പിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് MLA-മാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നിലവിലുള്ള പ്രതിസന്ധി എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചറിയുക, ഒപ്പം തന്നെ നേതാക്കൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ ഒരു ഉദ്ദേശം. എന്നാൽ ഈ നേതാക്കൾ പാർട്ടി വിടുന്നു എന്ന ആരോപണം, റിപ്പോർട്ടുകൾ അത് ആം ആദ്മി പാർട്ടി തള്ളിയിരിക്കുകയാണ്. അത്തരത്തിൽ യാതൊരു നീക്കവും പാർട്ടിയുടെ MLA-മാരിൽ നിന്നും നടക്കുന്നില്ല എന്നും അതൃപ്തിയില്ല എന്നും വിശദീകരിച്ച ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത പഞ്ചാബിലെ MLA-മാരെ നേരിട്ട് കാണാനാണ് കെജ്രിവാൾ ഇന്നത്തെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. കെജ്രിവാളിന്റെ ഭാവി നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. ഓക്കെ, താങ്ക് യു.